അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞവരെ, അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഒരു മുസ്ലിം ഒരിക്കലും മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നവനോ ദ്രോഹിക്കുന്നവനോ അല്ല. സഹാനുഭൂതിയോടുകൂടി, സഹായ മനസ്കതയോടുകൂടി ഏതൊരാളെയും സ്വീകരിക്കേണ്ടവനും ആചരിക്കേണ്ടവനുമാണ് ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം എന്ന് നബി വചനങ്ങളിൽ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് പത്ര വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അക്രമങ്ങളുടെയും കൊലകളുടെയും ചൂഷണങ്ങളുടെയും ഒക്കെ ആദ്യനാമങ്ങളിൽ മുസ്ലിം നാമങ്ങൾ ഇടം പിടിക്കുന്നത് ഖേദകരമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വാക്കുകളെ തിരസ്കരിച്ചുകൊണ്ട്, ആ ഉപദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇച്ഛകൾക്കനുസരിച്ച് തുള്ളുന്ന മുസ്ലിമീങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നബി വചനങ്ങളെയും പ്രവാചക ഉപദേശങ്ങളെയും ഒക്കെ നെഞ്ചേറ്റിയ മുൻഗാമികളുടെ വാക്കുകളെ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കാതോർക്കണം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന താബിഈ റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ വാക്കിങ്ങനെയാണ്: വല്ലാഹി മാ യഹില്ലു ലക അൻ തുഅ്തി കൽബൻ വലാ ഖിൻസീറ. ഒരു നായയായോ ഒരു പന്നിയായോ ഉപദ്രവിക്കാൻ നിനക്ക് അനുവാദമില്ല. ഒരു മനുഷ്യനക്ക് അനുവാദമില്ല, അനർഹമായി, അന്യായമായി, ബിഗൈരി ഹക്ക്, അല്ലെ, ഒരു ഹക്കില്ലാതെ അന്യായമായിട്ട്, അനർഹമായിട്ട് ഒരു നായയായോ ഒരു പന്നിയായോ ഉപദ്രവിക്കാൻ, മിണ്ട പ്രാണികളെ ദ്രോഹിക്കാൻ നിനക്ക് അനുവാദമില്ല. ഫകൈഫ തുഅ്തി മുസ്ലിമ. പിന്നെ എങ്ങനെ നീ ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കും? പ്രത്യേകിച്ചൊരു മുസ്ലിമിനെ ഉപദ്രവിക്കാൻ പാടില്ല. പക്ഷേ മുസ്ലിമീങ്ങൾ ദ്രോഹിക്കപ്പെടുമ്പോൾ, മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ദീനിനെ മനസ്സിലാക്കിയ രീതി ഒന്ന് നോക്കൂ. മിണ്ടാ പ്രാണികളെ പോലും ഉപദ്രവിക്കാൻ അനുവാദമില്ല, പിന്നെ അങ്ങനെ ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.